നമ്മൾ വർഷങ്ങളായിട്ട് വരുന്നൊരു ഫാമാണ്, സ്ട്രോബെറിയുടെ ഒരു തോട്ടമാണ്. സ്ട്രോബെറിയുടെ ഒരു വിളവെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ എല്ലാ വർഷവും വരാറുണ്ട് കേട്ടോ. നല്ല ചുവന്ന സ്ട്രോബെറി കണ്ടില്ലേ? കഴിഞ്ഞ വർഷത്തെ അത്രയും വിളവില്ലെങ്കിലും സ്ട്രോബെറി ഉണ്ട് കേട്ടോ. ഇതുണ്ട്, ഈ തെർമോക്കോളുണ്ട്. ഈ തെർമോക്കോളിൻ്റെ ഈ ഒരു ചട്ടിയിലാണ് ഇവരിത് കൃഷി ചെയ്യുന്നത്. ഇതിൽ നാരും ചകിരിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു പൈപ്പ് കണക്ഷനിൽ കൂടെയാണ് വെള്ളം കിട്ടുന്നത് കേട്ടോ. ഇതുണ്ട്, ഈ എൻ്റെ ചുറ്റിന് ഫുള്ള് സ്ട്രോബെറിയാണ് കേട്ടോ. ഒരു ഒഴിവ് ദിവസം കിട്ടിക്കഴിഞ്ഞാൽ എവിടെ പോകണമെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരും ഒറ്റ സ്ഥലത്ത് തന്നെ പറയും ഞങ്ങൾക്ക് റാസൽ കൈമയിൽ പോയാൽ മതിയെന്ന്. റാസൽ കൈമയിൽ പോകാൻ തുടങ്ങിയത് നമ്മുടെ കൊറോണ സമയത്തൊട്ടാണ്. ലോക്ക്ഡൗൺ ആയിട്ട് എവിടെയും പോകാൻ പറ്റാത്ത വന്ന അവസ്ഥയിൽ ഇപ്പോൾ സിറ്റി അല്ലാതെ കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു ഏരിയയിൽ അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോകാം, എങ്ങനെ എവിടെ പോയി കണ്ടുപിടിക്കാമെന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചാണ് റാസൽ കൈമയിൽ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഈ ഒരു ഫാമും അതേപോലെ തന്നെ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ റാസൽ കൈമയിൽ എവിടെയാണ് പോകുന്നത്, ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഫാമും ഇങ്ങനെ ഗ്രീനറി ഒന്നും. അപ്പം ഞാൻ പറയും, നിങ്ങളുടെ റാസൽ കൈമയല്ല എൻ്റെ റാസൽ കൈമ. എൻ്റെ റാസൽ കൈമ വേറെ റാസൽ കൈമയാണ്. അധികം ആൾക്കാരൊന്നും പോകാത്ത അങ്ങനെ ഗ്രാമമുള്ള കുറേ പച്ചപ്പും കിളികളൊക്കെയുള്ള ഒരു സ്ഥലമാണെന്ന് പറയും. കഴിഞ്ഞ വർഷം ആരോ ഒരാൾ ഈ ഒരു ഫാമിൻ്റെ വീഡിയോ എടുത്തിടുകയും കുറേ ആൾക്കാർ വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫാമിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ നന്നായിട്ട് നോക്കുന്ന ചെടികളൊക്കെ നമ്മൾ അങ്ങോട്ടൊക്കെ ഇട്ട് പിച്ച് പറിച്ചിടുകയും അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർ റെസ്ട്രിക്റ്റഡ് ഏരിയ തന്നെയാക്കും. സ്ട്രോബെറി വിളവെടുക്കാനുള്ള ബോക്സ് ഒക്കെ ആയിട്ട് നമ്മൾ പോവാണ്. വാ, ഇപ്പോൾ ഇത് പ്രൈവറ്റ് ഫാം തന്നെയാണ് കേട്ടോ. അന്ന് കുറേ ആൾക്കാർ വന്ന് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവർ റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നും പ്രൈവറ്റ് ഫാമെന്നും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും വന്നിട്ട് ഇങ്ങനെ സ്ട്രോബെറി പറിക്കാനൊന്നും പറ്റില്ല കേട്ടോ. നമ്മളുമായിട്ടുള്ള ആ ഒരു ബന്ധം വെച്ചിട്ടാണ് നമുക്കിവിടെ കയറാനും അതേപോലെ തന്നെ ഇങ്ങനെ സ്ട്രോബെറി ഇങ്ങനെ പറിക്കാനും ഒക്കെ പറ്റുന്നത്. അവർ നല്ലപോലെ കാത്തു സൂക്ഷിക്കുന്ന ചെടി നമ്മൾ നശിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ കൃഷിക്കും അവർക്ക് നല്ല നാശനഷ്ടങ്ങളും ഉണ്ടാവില്ലേ. അപ്പോൾ ഇന്ന് രാവിലെ ഓൾറെഡി അവർ വിളവെടുത്തെന്നാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം വിളവെടുത്ത സ്ഥലത്തല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്, അത് ഇങ്ങോട്ട് മാറിയുള്ള സ്ഥലത്താണ്. വൈകുന്നേരം രാവിലെയും ഇവർ വിളവെടുക്കാറുണ്ട്. ഇതേപോലത്തെ ബോക്സിലാണ് അവർ വിളവെടുത്തിട്ട് അടുത്തുള്ള മാർക്കറ്റുകളിലൊക്കെ കൊണ്ടുപോകുന്നത്. ഇതൊരു അറബിയുടെ ഒരു ഫാം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, പല പല കാഴ്ചകൾ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, എലന്തപ്പഴത്തിൻ്റെ ചെറിയ രീതിയിലുള്ള കായ്കൾ ഉണ്ടാകുന്ന മരമാണ് കേട്ടോ. സാധാരണ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെയാണ് കൃഷി തുടങ്ങുന്നത്. ഇപ്പോഴിവർ കൃഷി തുടങ്ങാനുള്ള പ്ലാനിങ്ങിലായിട്ടേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോയ പോലെ തന്നെ ഇത് ഈ കണ്ടില്ലേ, ഈ ഊതുന്ന പൂവും ഈ കാണുന്ന ചെടികളൊക്കെ നമ്മൾ നാട്ടിൽ കാണുന്നത് തന്നെയാണ് കേട്ടോ. പണ്ടൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്ന ഗൾഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര മരുഭൂമിയാണ്, കാടുകളൊന്നുമില്ല, ഗ്രീനറി ഇല്ല എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ ചെടികളും എല്ലാ പൂക്കളും ഇവിടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഇവർ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ, ഇങ്ങനെ ഹണി ബീയെ വളർത്താനുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല, എന്നാലും നമ്മൾ സൂം ചെയ്തെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു വല്ല രാജ്ഞിയോ രാജാവിനെയോ ഒക്കെ കാണുന്നുണ്ടോയെന്ന്. പക്ഷേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഉഴുതുമറിച്ചിട്ടിരിക്കുകയാണ് പല സൈഡിലും. അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൃഷി തുടങ്ങുന്നതായിരിക്കും. ചില കൃഷികളൊക്കെ അവർ ഈ ഒരു വെതറിനനുസരിച്ചാണ് ചെയ്യുന്നത്. കോളിഫ്ലവറും ക്യാബേജും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോഴെന്ന് പറഞ്ഞാലേ കജൂർ ഉണ്ടാകുന്ന സീസണാണ്. അതായത് ഈന്തപ്പഴം കണ്ട, ഇത് കണ്ട, ഇതാ പെമ്പൂവ, പെണ്ണാണ് കണ്ടോ, കണ്ടോ കുരുവായിട്ട് നിൽക്കുന്നത്. ഇനി ആൺപൂവിനെ കാണിച്ചു തരാം. വാ, ഇതാണ് ആൺപൂവ് കണ്ടോ. ഇതെന്ന് പറഞ്ഞാൽ വെറും പൂവാണ്, ഇതിനകത്ത് കായ ഉണ്ടാകത്തില്ല. കണ്ടോ, പൊടിയായിട്ട് പറക്കുന്ന കണ്ടില്ലേ, പൗഡർ പോലൊക്കെ. അപ്പോൾ ഇവിടെ യു എയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഈച്ചയൊക്കെ കുറവായതുകൊണ്ട് ഇതിന് പരാഗണം നടത്താൻ വേണ്ടി എന്താ ചെയ്യുന്നറിയാം, ഈ കൃഷിക്കാർ ഇങ്ങനെ പറിച്ചെടുത്തത്. ഇത് കണ്ടോ, പൂമ്പൊടിയാണ്, ഇത് ആമ്പൂവാണ്. ഇത് കണ്ടില്ലേ, ഇത് ഈ കുരുവായിട്ട് നിൽക്കത്തില്ലയോ, കുരുവായിട്ട് നിൽക്കുന്ന ആ പെൺപൂവിൻ്റെ ഇതോട്ട് വെക്കും, വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി വെക്കും. അപ്പോൾ പൂമ്പൊടിയായി, പരാഗണമായി. എന്നിട്ട് ഇവരെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒലയെടുത്തിട്ട് കെട്ടിവെക്കും, ഇങ്ങനെ കെട്ടിവെക്കും ആ പൂമ്പൊടി അതിനകത്ത് പിടിക്കാൻ വേണ്ടി. ഒരു ചെറിയ പരാഗണം നടത്തി കണ്ടോ. ഇവിടെ ഒരു ചേട്ടൻ ചെയ്യുന്നു. काटा देखो आँख में लग जाएगा काटा। हाँ
ഇവിടെ ഒരു ചേട്ടൻ ചെയ്യുന്നുണ്ട് കണ്ടോ. ये ऐसा नहीं करेगा तो इसमें नहीं पकड़ेगा ना. नहीं पका नहीं होएगा ना, पका रहेगा लेकिन हाँ बीस नहीं होएगा अंदर, अच्छा अच्छा. पका भी नहीं होएगा. हाँ ऐसा करेगा तो उसका अंदर सही आएगा. हाँ सही होएगा, नहीं है ना फिर उसका अंदर कुछ नहीं होएगा. नहीं होएगा कुछ. आप लोग का सीजन टाइम में ज़्यादा काम है ना. बहुत है ना अभी तो काम बहुत. हाँ इसका कांटा काटेगा ना. ये कांटा काटेगा ना, अभी तो ये साल में थोड़ा काम थोड़ा ज़्यादा है. हाँ 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 आदमी मिलता नहीं, हाँ अच्छा. आदमी मिलेगा तो काम कमजोर होता है. अभी ये वीडियो मैं उधर बनाया एक है ना, मैं उधर कट करके लगाया. आप लोग को देखा नहीं. एक हम लोग लगाया है ऐसा वीडियो बनाया. पैकेट में डाल के रख दे. अच्छा का डालता है वो साबुन नहीं गिरेगा. हाँ अच्छा. खराब नहीं होएगा. हाँ अभी लगाया ना ऊपर वाला इंशाल्लाह ये होएगा. अच्छा. मेरे को भी मालूम है, लेकिन ये नहीं डालेगा ना वो साबुन गिरता है ना शाम को टाइम, शाम को ये साबुन गिरेगा तो वो खराब हो जाता है अंदर, काला हो जाता है अंदर, हाँ ठीक है. बाद में मुश्किल होता है. अभी की डालेगा तो सही है, हाँ हाँ की डालेगा साबुन नहीं गिरेगा बस खजूर अच्छा होएगा, खजूर बढ़ता भी होएगा. नहीं तो वो ये खजूर नहीं है बाद में सेंटर में वो दूसरा तरीका हो जाता है. हाँ ठीक. लंबा हो जाता है लेकिन वो खजूर खा नहीं सकता, उसका अंदर कुछ नहीं होएगा. नहीं होएगा कुछ. हाँ अच्छा. इसलिए तो बंद करके रखते हैं हम लोग. हाँ सही है. ഈ ഒരു ഏരിയ ഫുള്ള് വഴുതനാണ് കേട്ടോ. ആ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി മറ്റം വരെ വഴുതനങ്ങയാണ്. പർപ്പിൾ കളറിലെ വഴുതനങ്ങ. ഇടയ്ക്ക് പിന്നെ കജൂറും ഉണ്ട്. കജൂറും തോട്ടവുമാണ്. വഴുതനങ്ങ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് വഴുതനങ്ങ. ഉണ്ടോ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. എല്ലാത്തും മരത്തിന് ഈ ഇലയുടെ അടിയിൽ കിടക്കുക. ഉണ്ടല്ലോ. ചെറിയ വഴുതനങ്ങ വലുതുമുണ്ട് കണ്ടോ. ഞങ്ങൾ വന്ന ദിവസം നല്ല പൊടിക്കാറ്റുള്ള ദിവസമായിരുന്നു. പൊടിക്കാറ്റെന്ന് പറഞ്ഞാൽ അപാര പൊടിക്കാറ്റ്, കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കും, നല്ല കാറ്റുണ്ടായിരുന്നു. ചൂടുണ്ടെങ്കിലും ചൂട് അങ്ങനെ പെട്ടെന്ന് അറിയുന്നില്ല, കാരണം കാറ്റുള്ളതുകൊണ്ട്. ഈ ഒരു ചൂടത്തും ഈ ഒരു പൊടിക്കാറ്റിലും അവിടുത്തെ വർക്കേഴ്സ് അവരവിടെ പണി ചെയ്യുന്നുണ്ട്. കണ്ട് ഉഴുതു മറിച്ചിട്ടുണ്ട്, അതിൽ വളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ടും ബംഗാളികളാണ് ഇവിടുത്തെ പണിക്കാർ കേട്ടോ. അപ്പം ഇന്ത്യക്കാർ ഉണ്ട്, ഇന്ത്യക്കാർ ഫോർമാന്മാരൊക്കെ ഇന്ത്യക്കാരാണ്. പണിക്കാരൊക്കെ കൂടുതലും ബംഗാളികളും പാകിസ്ഥാനികളൊക്കെയാണ്. ഈ ഒരു ചെടി എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. കോണാണോ എന്താണെന്നൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്താണെന്നൊന്ന് പിഴുതു നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിഴുതു നോക്കുകയാണ്. അവസാനം പിഴുതു നോക്കി കഴിഞ്ഞിട്ട് പോലും നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കാരണം കായൊന്നും അതിൻ്റെ അകത്ത് കണ്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഇതെന്താണ് ഈ ഒരു ചെടിയെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കണ്ട കേട്ടോ. കോണല്ല, കോണായിരുന്നെങ്കിലും മേളിൽ നമുക്ക് കാ കാണാമായിരുന്നു. അങ്ങനെ റാഡിഷോ അങ്ങനെ എന്തോ അങ്ങനെയൊന്നും അല്ല, വേറെ എന്താ സംഭവമൊന്നും മനസ്സിലായിട്ടില്ല. അടുത്തൊരു സൈഡ് മൊത്തം കോളിഫ്ലവറും ബ്രൊക്കോളിയും ക്യാബേജും അങ്ങനെയൊക്കെയാണ് കേട്ടോ. പകുതിയും വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. തണുപ്പ് സമയത്താണ് വിളവ് കൂടുതലും എടുക്കാറുള്ളത്. ഇപ്പോൾ ഇനിയിപ്പോൾ സമ്മർ തുടങ്ങാറായതുകൊണ്ട് തന്നെ അവർ ഓൾറെഡി വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ ഒരു ചെടി എന്താണെന്നും എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾക്ക് അറിയാൻ പറ്റാത്ത എന്തോ ഒരു ചെടിയാണ് കേട്ടോ. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നല്ല പൊടിക്കാറ്റുണ്ട്. ഈ ഫാമിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇഷ്ടംപോലെ പച്ചക്കറിയൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ബ്രൊക്കോളി പറിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ പൊടിക്കാറ്റ് ഉണ്ടോ? ഇതല്ല, ഇതിൻ്റെ അപ്പുറം പൊടിക്കാറ്റാണ്. ഇതേ സ്വർണത്തിൻ്റെ വിലയുള്ള ചെടിയാണ് കേട്ടോ. ഫിഗ്, നമ്മുടെ അത്തിപ്പഴം എന്ന് പറയും. അതിൻ്റെ കുറച്ചൊക്കെ അവർ നട്ട് വെച്ചിട്ടേ ഉള്ളൂ. ഇതേ കുഴിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിലൊക്കെ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ വിളവെടുത്ത ഈ ഒരു വിളവെടുത്ത ഏറിയാണ് ഈ കാണാൻ പറ്റുന്നത്. അങ്ങ് ദൂരെ കണ്ടില്ലേ, ആ കാണുന്ന ക്യാമ്പിനിലൊക്കെയാണ് ഇവിടുത്തെ വർക്കേഴ്സ് താമസിക്കുന്നത്. പിന്നെ കുറച്ച് എലന്തപ്പഴമൊക്കെ കിട്ടി, പേരയ്ക്ക കിട്ടി. അപ്പോഴാണ് അവിടെ ഒരു ട്രാക്ടർ കണ്ടത്.
ട്രാക്ടർ കണ്ടപ്പോൾ പിന്നെ കയറി കുറച്ച് റീലും ഫോട്ടോ ഒക്കെ എടുത്താലോ എന്ന് വിചാരിച്ചു. ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ, ഇനി ഓടിക്കാതെ കിടക്കുന്നതാണെങ്കിൽ വല്ല പാമ്പോലൊക്കെ ഉണ്ടോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. എന്തായാലും കയറിയിരുന്നു, ഓടിക്കാൻ അറിയത്തില്ലെങ്കിലും കയറിയിരുന്നു, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഏക്കർ കണക്കിന് നടക്കുന്ന ഈ ഒരു വലിയ ഫാമിലെ ചെറിയ വലിയ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ബൈ ബൈ.